അങ്ങനെ എൻ്റെ ശബരിമല യാത്ര കഴിഞ്ഞത് വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോസിലൊന്നും വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഞാനത് ശബരിമല വെച്ച് തന്നെ എഡിറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശബരിമല കയറി തൊഴുത് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശബരിമല യാത്രയുടെ മുഴുവൻ വീഡിയോയും ഞാൻ ചെയ്ത് ചാനലിട്ടേക്കാം. അപ്പോൾ അത് കയറി കാണാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ശബരിമല കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരുവിധം ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാനലിട്ടേക്കാം, കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ ഇറങ്ങിയിട്ടാണ് മല ഇറങ്ങി. അങ്ങനെ മല ഇറങ്ങുന്ന വീഡിയോ ആണ് ഈ റീൽസിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കിടെ എല്ലാം നമ്മൾ തിരിച്ചിറങ്ങുന്നത് നമ്മൾ ശരിക്കും കാണുന്ന പാത കൂടെ തന്നെയാണ്. വണ്ടികളൊക്കെ വരുന്ന വഴിയും അതുപോലെ ടോളുകൾ വരുന്ന വഴിയിലാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നിലയ്ക്കൽ വന്ന് പിന്നെ KSRTC കയറിയിട്ട് വേണം നമുക്ക് പമ്പേ വന്ന് KSRTC കയറിയിട്ട് വേണം നിലയ്ക്കൽ എത്താനായിട്ട്. അപ്പോൾ ഡോളി പോകുന്നതും വണ്ടി പോകുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ അത് കയറി കാണാം, അപ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ശബരിമല യാത്ര എന്തായാലും ഭംഗിയായി. കുറച്ച് ദുർഘടമായിരുന്നു. നമുക്കൊരു 5 മണിക്കൂറോളം വരി കിട്ടിയിട്ടോ. 5 മണിക്കൂറോളം വരി നിൽക്കേണ്ട വന്നു. നമ്മൾ തിരക്കില്ലാത്ത ദിവസം നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ നമ്മുടെ പ്ലാനിങ് ഒക്കെ ആകെ മാറി മറിഞ്ഞ് 5 മണിക്കൂർ വരി നിന്നിട്ടാണ് നമ്മൾ തൊഴുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. సిగ్నల్ వచ్చినా చేస్తా. ఇక్కడ అడుగులోకి చెప్తున్నా. ఈ నెంబర్తో పనిచేస్తాను, ట్రై చేస్తాను. അതെ, റേറ്റ് പറയും. കഴിഞ്ഞു, ശബരിമല യാത്ര കഴിഞ്ഞു.